സ്വാഗതം ഫ്രണ്ട്സ്. എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് കൂടി ഉപയോഗിക്കാവുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ 70 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 70 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം 5-6 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരമുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2021 കോപ്പ അമേരിക്ക വിജയിച്ച രാജ്യമേത്? ഓപ്ഷൻ എ അർജൻറ്റീനയാണ്. 2021 കോപ്പ അമേരിക്ക വിജയിച്ച രാജ്യം അർജൻറ്റീന. അപ്പോൾ ഈ കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് അന്തർദേശീയ ഫുട്ബോൾ മത്സരമാണ് കോപ്പ അമേരിക്ക. അതുപോലെ ഈ കോപ്പ അമേരിക്ക 2021 നടന്നത് ബ്രസീലിൽ വെച്ചാണ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയ കേരളത്തിലെ ആദ്യത്തെ കോവിഡ് ആശുപത്രി ഏത് ജില്ലയിൽ? ഓപ്ഷൻ ഡി കാസർഗോഡ് ജില്ലയിലാണ് ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയ കേരളത്തിലെ ആദ്യത്തെ കോവിഡ് ആശുപത്രി കാസർഗോഡ് ജില്ലയിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബോങ്കോ സാഗർ എന്ന സംയുക്ത നാവികാഭ്യാസം ഇന്ത്യ നടത്തുന്നത് ഏത് രാജ്യവുമായിട്ട് സഹകരിച്ച്? ഓപ്ഷൻ ബി ബംഗ്ലാദേശുമായിട്ട് സഹകരിച്ചാണ് ബോങ്കോ സാഗർ എന്ന സംയുക്ത നാവികാഭ്യാസം ഇന്ത്യ നടത്തുന്നത് ബംഗ്ലാദേശുമായിട്ട് കൂടിച്ചേർന്ന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ICCയുടെ 2021 ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള താരം ഏത്? ഓപ്ഷൻ എ പാറ്റ് കമിൻസ് ആണ്. ICCയുടെ 2021 ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള താരം പാറ്റ് കമിൻസ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് പാറ്റ് കമിൻസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച മൊഡേണ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യമേത്? ഓപ്ഷൻ സി അമേരിക്കയാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച മൊഡേണ കോവിഡ് വാക്സിൻ നിർമ്മിച്ച രാജ്യം അമേരിക്ക. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2024 യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന രാജ്യമേത്? ഓപ്ഷൻ ബി ജർമ്മനിയിൽ വെച്ചാണ് 2024 യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന രാജ്യം ജർമ്മനി. ഇനി അതുപോലെ 2021 യൂറോ കപ്പ് ജേതാക്കൾ ആരാണ്? ഇറ്റലിയാണ്. 2021 യൂറോ കപ്പ് ജേതാക്കൾ ഇറ്റലി. വിവിധ രാജ്യങ്ങളിൽ വെച്ചാണ് 2021 യൂറോ കപ്പ് നടന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷമേത്? ഓപ്ഷൻ എ 1965 തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ രൂപീകരിക്കാത്ത വർഷമാണ് 1965. അപ്പോൾ എപ്പോഴും നിയമസഭയുടെ നമ്പർ ഒരു നമ്പർ കുറവായിരിക്കും നിയമസഭ ഇലക്ഷനുമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കേരള നിയമസഭ എത്രാമത്തേതാണ്? 15-ാം കേരള നിയമസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രാമത്തേതാണ്? 16-ാമത്തേതാണ്, 15-ാമത്തേതല്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല ഏത്? ഓപ്ഷൻ സി മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല. നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം. ഇനി അതുപോലെ കേരളത്തിലെ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷമേത്? ഓപ്ഷൻ ബി 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷമാണ് 1802. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ചെമ്പകരാമൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആര്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. അപ്പോൾ നമുക്കറിയാം തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ്. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂറിൽ PSC സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്.
അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതും ശ്രീ ചിത്തിര തിരുനാൾ, തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻ സി കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ പട്ടാഭി സീതാരാമയ്യാണ് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഫർദുൻജി മാസ്ബാൻ 1822 സ്ഥാപിച്ച പത്രമേത്? ഓപ്ഷൻ സി ബോംബെ സമാചാറാണ്. ഫർദുൻജി മാർസ്ബാൻ 1822 സ്ഥാപിച്ച പത്രമാണ് ബോംബെ സമാചാർ. അപ്പോൾ ബോംബെ സമാചാർ സ്ഥാപിച്ചത് ഫർദുൻജി മാർസ്ബാൻ. നമുക്കറിയാം പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് ബോംബെ സമാചാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ ബി ബട്ട്ലർ കമ്മിറ്റിയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാര്? ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 17ാം നൂറ്റാണ്ടിൽ ഏത് രാജ്യത്ത് കുടിയേറി പാർത്തവരാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അമേരിക്കയിൽ കുടിയേറി പാർത്തവരാണ് 17ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറി പാർത്തവരാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തീർത്ഥാടക പിതാക്കൾ പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുമായിട്ടാണ്. അപ്പോൾ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത കത്തോലിക്കരായ ഇംഗ്ലീഷ് ജനതയാണ് തീർത്ഥാടക പിതാക്കൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏത്? ഓപ്ഷൻ ഡി പുറപ്പാടാണ്. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങാണ് പുറപ്പാട്. അതുപോലെ കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങാണ് ധനാശി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിങ് എക്സ്പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ ഹിമാദാസ് ആണ്. ഡിങ് എക്സ്പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരമാണ് ഹിമാദാസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഓപ്ഷൻ സി തായ്ലൻഡ് ആണ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് 1959 സെപ്റ്റംബർ 15. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യമേത്? ഓപ്ഷൻ ഡി ഇംഗ്ലണ്ടിലാണ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം ഇംഗ്ലണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ. പൊതു താൽപ്പര്യ ഹർജി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ എ PN ഭഗവതിയാണ്. ജസ്റ്റിസ് PN ഭഗവതിയാണ് പൊതു താൽപ്പര്യ ഹർജി എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് PN ഭഗവതി. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തെ ചൂടാക്കിയാൽ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ അതിൻ്റെ വ്യാപ്തം കൂടും. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ ജലം സാധാരണ പദാർത്ഥം പോലെ തന്നെയാണ്. അപ്പോൾ സാധാരണ പദാർത്ഥത്തെ ചൂടാക്കിയാൽ അതിനെന്ത് സംഭവിക്കും? താപീയ വികാസം സംഭവിക്കും, അതായത് വ്യാപ്തം വികസിക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
1881 ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആര്? ഓപ്ഷൻ സി റിപ്പൺ പ്രഭുവാണ് 1881 ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ എ മഹേഷ് ഭൂപതിയാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മഹേഷ് ഭൂപതി. 26ാമത്തെ ക്വസ്റ്റ്യൻ. 1000 പൂന്തോട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ സി ഹസാരിബാഗ് ആണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തുള്ള ഹസാരിബാഗ് ആണ് 1000 പൂന്തോട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഹസാരിബാഗ്, ജാർഖണ്ഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് സംഭവത്തെ പൈശാചികമായ സംഭവം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ വിൻസ്റ്റൺ ചർച്ചിലാണ്. 1919 നടന്ന ജാലിയൻ വാലാബാഗ് സംഭവത്തെ പൈശാചികമായ സംഭവം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഏത് ചരിത്ര സംഭവത്തെ ആധാരമാക്കിയുള്ളതാണ്? ഓപ്ഷൻ എ കയ്യൂർ സമരത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ പ്രമേയമാക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നമുക്കറിയാം കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിൽ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി പ്രോട്ടീനൂറിയ എന്നതാണ്. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രോട്ടീനൂറിയ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള PEC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതാര്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. കേരള PEC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ PEC അംഗങ്ങളെ, ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. എന്നാൽ അവരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. അതേസമയം കേരള PEC ചെയർമാനോ അംഗങ്ങളോ രാജി സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്? കേരള ഗവർണർക്ക് തന്നെയാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പീറ്റർ ബെനൻസൺ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടന താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണ്. പീറ്റർ ബെനൻസൺ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ആംനസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൊതു മാപ്പ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1956 ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷമാണ് 1956. 33ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ സി മാനസ സരോവർ തടാകമാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് മാനസ സരോവർ തടാകം, ടിബറ്റ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏത്? ഓപ്ഷൻ എ ദൃശ്യപ്രകാശമാണ്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 2010 ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിച്ച വർഷമാണ് 2010. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ ബി കാസിരംഗ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ആസാമിൽ സ്ഥിതി ചെയ്യുന്നു കാസിരംഗ നാഷണൽ പാർക്ക്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ ഡി ICICI ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ICICI ബാങ്ക്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കേരള നിയമസഭ ഏതായിരുന്നു? ഓപ്ഷൻ ബി 3ാം കേരള നിയമസഭയായിരുന്നു. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കേരള നിയമസഭയായിരുന്നു 3ാം കേരള നിയമസഭ.
39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അൽഷിമേഴ്സ് രോഗം ഏത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അലൂമിനിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അൽഷിമേഴ്സ് രോഗം അലൂമിനിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ ആണ് ദി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കമ്മീഷൻ ചെയ്ത വർഷമേത്? ഓപ്ഷൻ ഡി 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷമാണ് 1940. 42ാമത്തെ ക്വസ്റ്റ്യൻ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയിൽ നിന്ന് ആദ്യത്തെ അന്തരീക്ഷ മണ്ഡലമായ ട്രോപ്പോസ്ഫിയർ ആണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിലാണ് എല്ലാ ജീവജാലങ്ങളും വസിക്കുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൾക്കൻ പ്ലാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് പ്ലാനാണ്? ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്ലാനാണ്. ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൾക്കൻ പ്ലാൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത് ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഓപ്ഷൻ സി 10ാമത് ജൈവമണ്ഡലമാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത് ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. കാരണം എന്താണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. 46ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1977 കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1977. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈപ്പോകലേമിയ എന്ന രോഗം ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലേമിയ രോഗം. പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ. 49ാമത്തെ ക്വസ്റ്റ്യൻ. ആരുടെ പേരിലാണ് പ്രശസ്തമായ VJT ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളിയുടെ പേരിലാണ് പ്രശസ്തമായ VJT ഹാൾ തിരുവനന്തപുരം ഇപ്പോൾ അറിയപ്പെടുന്നത് അയ്യങ്കാളിയുടെ പേരിൽ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനക്കൊടി ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി തൃശ്ശൂർ ജില്ലയിലാണ് മനക്കൊടി ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ ഡി കപൂർ കമ്മീഷനാണ്. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ബി ഇർവിൻ പ്രഭുവാണ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതാര്? ഓപ്ഷൻ എ ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായിട്ട് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ്. 54ാമത്തെ ക്വസ്റ്റ്യൻ. ദി സീപോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി RC മജൂംദാർ ആണ്. ദി സീപോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത് RC മജൂംദാർ. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാല ഏത്? ഓപ്ഷൻ സി കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല. 56ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ഡി ആറളം വന്യജീവി സങ്കേതമാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതമാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ ജില്ല. 57ാമത്തെ ക്വസ്റ്റ്യൻ, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷമാണ് 1948. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട്, ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നാം ആചരിക്കാൻ തുടങ്ങിയത്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയായ സ്വദേശി പതാക ഉയർത്തിയ സ്ഥലമേത്? ഓപ്ഷൻ എ കൊൽക്കത്തയിലാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയായ സ്വദേശി പതാക ഉയർത്തിയ സ്ഥലം കൊൽക്കത്ത. 59ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയുന്ന കാലം എത്ര? ഓപ്ഷൻ എ 3 മാസമാണ്. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയുന്ന കാലമാണ് 3 മാസം. 60ാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് നാം രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് നാം രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. 61ാമത്തെ ക്വസ്റ്റ്യൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ മുംബൈയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, മുംബൈ. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്ത മെട്രോ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ബി 1984 ഇന്ത്യയിലെ ആദ്യ മെട്രോയായ കൊൽക്കത്ത മെട്രോ നിലവിൽ വന്ന വർഷമാണ് 1984. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമേത്? ഓപ്ഷൻ എ ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. അപ്പോൾ ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി ഡി ബ്രോളിയാണ്. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം, 2 സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോളി. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആര്? ഓപ്ഷൻ ഡി ആനിമ സ്ക്രീനാണ്. കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിതയാണ് ആനിമ സ്ക്രീൻ. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി റഹ്മത്തുള്ള സയാനി ആയിരുന്നു. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു റഹ്മത്തുള്ള സയാനി. ഇനി അതുപോലെ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ഏതു വർഷത്തെ ആയിരുന്നു? 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി എസ് കെ ധർ ആയിരുന്നു. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു എസ് കെ ധർ. 68ാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി വി ഒ ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി വി ഒ ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള. 69ാമത്തെ ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി അസീമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്നത്
അസീമുള്ള ഖാൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് എന്നീ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏത്? ഓപ്ഷൻ സി ഗ്രീൻവിച്ച് രേഖയാണ്. ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് എന്നീ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖയാണ് ഗ്രീൻവിച്ച് രേഖ. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.